എല്ലാ മനുഷ്യരുടെയും സ്വപ്നമാണ് സ്വന്തം നാട്ടിൽ സ്വന്തമായൊരു വീട്. തൻ്റെ 61 വയസ്സുവരെയുള്ള ജീവിതകാലം മുഴുവൻ മുംബൈയിലും അമേരിക്കയിലും ബാംഗ്ലൂരിലുമെല്ലാമായി ഭർത്താവിനും മക്കൾക്കും മാതാപിതാക്കൾക്കുമായി ഓടി നടന്ന ശാന്തികൃഷ്ണ ഇപ്പോഴിതാ കൊച്ചിയിൽ തനിക്കായി ഒരു സ്വന്തം വീട് വാങ്ങിയിരിക്കുകയാണ്. ബന്ധുക്കളും സുഹൃത്തുക്കളും അടക്കം 20 പേരോളം മാത്രം പങ്കെടുത്ത പാലുകാച്ച് ചടങ്ങായിരുന്നു ഇന്നലെ കൊച്ചിയിൽ നടന്നത്. അവിടെ താമസിക്കുന്നത് ശാന്തികൃഷ്ണയും അമ്മയും മാത്രമാണ്. ഏതാണ്ട് 3500 സ്ക്വയർ ഫീറ്റോളം വരുന്ന വലിയ ഇരുനില വീടാണ് ശാന്തികൃഷ്ണ പണി കഴിപ്പിച്ചിരിക്കുന്നത്. 2 പേർക്ക് താമസിക്കുവാൻ ഇത്രയും വലിയൊരു വീട് വേണമോ എന്ന ചോദ്യമാണ് പിന്നാലെ പ്രിയപ്പെട്ടവരെല്ലാം ഉയർത്തിയത്. എന്നാൽ ഒരു നടി എന്ന സ്റ്റാറ്റസും വീട് ചെറുതായാൽ മോശം പറയുമോ എന്ന ചിന്തയുമാണ് ഇത്രയും വലിയൊരു വീട്ടിലേക്ക് നടിയെ എത്തിച്ചത്. അതേസമയം 2 മക്കളും വിദേശത്തായ ശാന്തികൃഷ്ണ പുതിയ വീട്ടിൽ പൂജകളും മറ്റും ചെയ്ത് പുത്തൻ വീട്ടിൽ സന്തോഷത്തോടെ താമസവും ആരംഭിച്ചു കഴിഞ്ഞു. അതിൻ്റെ ചിത്രവും അതീവ സന്തോഷത്തോടെയാണ് നടി പങ്കുവച്ചത്. ജന്മം കൊണ്ട് പാലക്കാട് അയ്യർ ഫാമിലിയിൽപ്പെട്ടവരാണെങ്കിലും നടി ശാന്തികൃഷ്ണ വളർന്നതെല്ലാം മുംബൈയിലാണ്. സിനിമയിൽ നാടൻ പെണ്ണായും തിളങ്ങിയ ശാന്തികൃഷ്ണ വിവാഹശേഷമാണ് US കുടിയേറുന്നത്. എന്നാൽ ആ വിവാഹബന്ധം അവസാനിച്ച് 2ാം വിവാഹത്തിന് ശേഷമാണ് ബാംഗ്ലൂരിൽ സെറ്റിലാവുന്നത്. ഏറെക്കാലത്തെ ബാംഗ്ലൂർ ജീവിതത്തിന് ശേഷം മക്കളെല്ലാം വലുതായപ്പോൾ കൊച്ചിയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് നടി. കൊച്ചി നഗരത്തിൽ തന്നെ പുത്തൻ വീട് സ്വന്തമാക്കി നിലവിളക്ക് കൊളുത്തി വലതുകാൽ വച്ചു കയറി പാലുകാച്ചിയാണ് നടി പുത്തൻ വീട്ടിലേക്ക് താമസമാക്കിയിരിക്കുന്നത്. തൻ്റെ പുതിയ ഇരുനില വീട്ടിലേക്ക് പ്രിയപ്പെട്ടവരെയെല്ലാം തന്നെ നടി കൊണ്ടുവന്നിട്ടുണ്ട്. വളരെ ചുരുക്കം കൂട്ടുകാരും ബന്ധുക്കളും മാത്രമാണ് പാലുകാച്ച് ചടങ്ങിന് എത്തിയതും അത്രയും പേരെ മാത്രമേ ക്ഷണിക്കുകയും ചെയ്തിരുന്നുള്ളൂ. വളരെയധികം ലളിതമായ ചടങ്ങിലായിരുന്നു പാലുകാച്ച്. മഞ്ഞയിൽ കരിനീല ബോർഡറുള്ള സാരിയിൽ അതീവ സുന്ദരിയായാണ് ശാന്തികൃഷ്ണ പാലുകാച്ചിന് ഒരുങ്ങിയെത്തിയത്. ഇപ്പോൾ 61കാരിയാണെങ്കിലും 50ൻ്റെ ചെറുപ്പത്തിലാണ് നടിയുള്ളത്. വർഷങ്ങൾക്ക് ശേഷം മലയാള നാട്ടിൽ സെറ്റിൽ ചെയ്തതിൻ്റെ സന്തോഷമാണ് ശാന്തികൃഷ്ണയുടെ മുഖത്ത് മുഴുവനുള്ളത്. ഏറെ നാളായുള്ള ബാംഗ്ലൂർ വാസത്തിന് ശേഷമാണ് മലയാളക്കരയിൽ ശാന്തികൃഷ്ണ സെറ്റിൽ ചെയ്തിരിക്കുന്നത്. നടിയുടെ ഏറെക്കാലത്തെ സ്വപ്നമായിരുന്നു ഇത്. ആ വിശേഷം അറിയിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ പേജായ RK ഫിലിം വ്യൂസിലെ രാജേഷ് കുമാറാണ് തൻ്റെ പേജിൽ ആ വിശേഷം കുറിച്ചത്. തുടർന്ന് ഇനി ആരും ചേച്ചി എവിടെയാണ്, US-ലാണോ ബാംഗ്ലൂരിലാണോ ചെന്നൈയിലാണോ എന്നൊന്നും സംശയിക്കേണ്ടെന്നും ചോദ്യങ്ങൾ ചോദിക്കേണ്ടെന്നും കക്ഷി കൊച്ചിയിൽ തന്നെ ഉണ്ടെന്നും രാജേഷ് കുറിച്ചിട്ടുണ്ട്. മക്കൾക്കും മാതാപിതാക്കൾക്കുമൊപ്പം ബാംഗ്ലൂരിലായിരുന്നു നടി ഏറെ വർഷങ്ങളായി താമസിച്ചിരുന്നത്. കോവിഡ് കാലത്ത് അച്ഛൻ മരിച്ചതോടെയും കുട്ടികൾ 2 പേരും ഉപരിപഠനത്തിനായി US-ലേക്ക് പോയതോടെയുമാണ് നടി താമസം കൊച്ചിയിലേക്ക് മാറ്റാൻ തീരുമാനിച്ചത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.